ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെള്ളക്കടല കൊണ്ടുണ്ടാക്കുന്ന വളരെ ഹെൽത്തിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു വടയാണ്. ഈ വട ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുതിർത്തിയ വെള്ളക്കടല 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചെടുക്കേണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ പൊടിച്ചെടുക്കണം. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ക്രഷ് ചെയ്തെടുക്കുന്നത് പോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ടുള്ള പരിപ്പും ചേർക്കാറുണ്ട്. അതിന് പകരം ഞാനിവിടെ ചേർക്കുന്നത് സ്വീറ്റ് കോണാണ്. ഞാനിവിടെ അമേരിക്കൻ സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ സ്വീറ്റ് കോണാണ്. ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കടല പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ സ്വീറ്റ് കോൺ മുഴുവനായിട്ടും പിന്നെ കുറച്ച് ക്രഷ് ചെയ്തതുമായിട്ടുള്ളതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്നതൊക്കെ സ്പൂൺ കൊണ്ട് വടിച്ചിടുക. ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാറില്ല കേട്ടോ. ജാറൊന്നും കഴുകി ഇതിലേക്ക് ചേർക്കരുത്. പൊടിച്ചെടുത്ത വെള്ളക്കടലയും സ്വീറ്റ് കോണും ഞാൻ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. 10-12 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. സവാള ചേർക്കരുത്, സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 10-12 ചെറിയ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. 10-12 കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇപ്പോൾ അത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ റോസ്റ്റ് ചെയ്ത കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വെളുത്ത എള്ളും ചേർക്കാം കേട്ടോ. എള്ള് ചേർക്കുന്നത് ഓപ്ഷനലാണ്. ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. എള്ള് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് വടയുണ്ടാക്കാനുള്ള ഉരുളകളാക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. വടയുടെ വട്ടം അനുസരിച്ച് വേണം ഉരുളകൾ ഉണ്ടാക്കാനായിട്ട്. വലിയ വടയാണ് വേണ്ടെങ്കിൽ കുറച്ച് വലിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബാറ്റർ കൊണ്ട് 9 ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയും കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം പരത്തിയെടുക്കുക. പരത്തി നേരത്തെ വെച്ചേക്കരുത്. മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പരിപ്പുവട വറുക്കാനിടുമ്പോൾ അടർന്നു മാറുന്ന കഷ്ണങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് കോരി മാറ്റുക. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് കരിയാതിരിക്കും. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം. ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുകയാണെങ്കിൽ നമുക്കിത് പൊടിയാതെ മറിച്ചിട്ടെടുക്കാം. ചേരുവെല്ലാം ചേർത്തതിന് ശേഷം ബാറ്റർ ലൂസാണെങ്കിൽ അതിലേക്ക് കുറച്ച് റവ ചേർത്ത് നമുക്ക് കട്ടിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. 2 സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ ആദ്യമായിട്ട് സെറ്റ് റെഡി ആയിട്ടുണ്ട്. 3 എണ്ണം വീതമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അവസാനത്തെ 3 എണ്ണമാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ആ 9 വടയും റെഡി ആയിട്ടുണ്ട്. അതെല്ലാം എണ്ണയിൽ നിന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപാര രുചിയുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. വട പരിപ്പ് കൊണ്ടുണ്ടാക്കുന്നതിലും വളരെ ഹെൽത്തിയാണ്. കടല ഇതുപോലെ കുതിർത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലയുടെ തൊലിയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.